ഗുരുവായൂർ CPIയിൽ പൊട്ടിത്തെറി. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനും CPI നേതാവുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജിനെതിരെ കടുത്ത ആഭ്യന്തര ആരോപണങ്ങൾ ഉയർത്തിയാണ് അഭിലാഷ് രാജി പ്രഖ്യാപിച്ചത്. CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു അദ്ദേഹം. വത്സരാജും സഹോദരനായ നിലവിലെ 17ാം വാർഡ് സ്ഥാനാർത്ഥി KK ജ്യോതിരാജും പാർട്ടിയുടെ അധികാരം ദുരുപയോഗം ചെയ്ത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും പാർട്ടി തകരാൻ ഇടയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നും അഭിലാഷ് ആരോപിച്ചു. 2015 ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 26ാം വാർഡായ ഇരിങ്ങപ്പുറം സൗത്തിൽ നിന്ന് 469 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിലാഷ് ഭരണകാലത്ത് പാർട്ടിയുടെ പ്രധാന മുഖമായി പ്രവർത്തിച്ച നേതാവായിരുന്നു. അഭിലാഷിന്റെ രാജി ഗുരുവായൂരിലെ LDFനുള്ളിൽ ആഭ്യന്തര കലഹങ്ങളെ തുറന്നു കാട്ടുന്ന സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. 30 വർഷമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുടുംബാംഗമായിട്ട് നിലവിലെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പൂക്കോട് ലോക്കൽ കമ്മിറ്റി വളരെ വലിയ വിഭാഗീയ പ്രവർത്തനമാണ് അവിടെ KK ജ്യോതിരാജിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത്. 2021 CPIയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കുകയും എൻ്റെ പരാതിയിൽ സത്യമുണ്ടെന്ന് കണ്ടെത്തുകയും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ പൂക്കോട് ലോക്കൽ കമ്മിറ്റിയിൽ നടക്കുന്നതെന്ന് CPIയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തി. അതിലെ പ്രതിയാണ് ഗുരുവായൂർ നഗരസഭയിലെ 17ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 25 വർഷമായി CPI ഭരിക്കുന്ന മത്സരിക്കുന്ന സ്ഥലമാണ് ഇരിങ്ങപ്പുറം എന്ന ഈ പ്രദേശം. അവിടെ ഈ KK ജ്യോതിരാജ്, അഭിലാഷ് വി ചന്ദ്രൻ, രമണി പ്രേമനാഥ്, സുബിത സുധീർ, MT പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ജനപ്രതിനിധിയായിരുന്നു. ഇരിങ്ങപ്പുറത്ത് 4 വാർഡുകളുണ്ട്. 3 ഭാഗത്തും യൂത്താണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ യുവാക്കളുണ്ട്, AIYFൻ്റെ സഖാക്കളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ മത്സരിപ്പിക്കാനാണ് KK ജ്യോതിരാജ് എന്ന CPIയുടെ നേതാവ് ഔന്നത്യം കാണിക്കേണ്ടിയിരുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK വത്സരാജിൻ്റെ സഹോദരനാണ് KK ജ്യോതിരാജ്. അദ്ദേഹം ഈ പാർട്ടി കൊണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ, ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങൾ മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എന്ന ഗോഡ് ഫാദർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയിൽ CPIയുടെ നിലനിൽക്കുന്നത്. ഈ പരാതി, കൺട്രോൾ കമ്മീഷൻ പരാതി കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ കൺട്രോൾ കമ്മീഷൻ ബുക്കിൽ ഏറ്റവും വലിയ പരാതിയായി വരികയും അത് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സഖാവ് CP മുരളി, CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK വത്സരാജിനോട് അത് ചർച്ച ചെയ്ത് DC-യിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞതാണ്. അത് CPIയുടെ ജില്ലാ സംഘടനാ ചുമതല വഹിച്ചിരുന്ന CN ജയദേവനോ TR രമേഷ് കുമാറോ ആ പരാതിയെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും ആ പരാതിയെ പറ്റി അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയിൽ ഒരുപാട് തവണ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടും കൺട്രോൾ കമ്മീഷനെ പുച്ഛിക്കുന്ന നിലപാടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ KK വത്സരാജ്, KK ജ്യോതിരാജ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഈ പാർട്ടിയെ വെന്റിലേറ്ററിലാക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലുള്ള ഒരു
പ്രതിരോധമാണ്, അതിനെ ആ തിന്മയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇത്തരം ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ വാർഡിനെ നൽകാനുള്ളത്? അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു നടപടി അവിടെ ഉണ്ടാവില്ല. മണ്ഡലം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ പേരുമാണ് അവിടെ വന്നത്. അത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഈ KK വത്സരാജ് ആണ് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത്. ഇതിനെതിരെയുള്ള ഒരു വലിയ ശബ്ദമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. ഞാനൊരു കാരണവശാലും എവിടെയും സ്ഥാനാർത്ഥിയാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ IYF-ന്റെ നേതാവായിട്ടുള്ള വിവേക് ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള സ്ഥലമാണ്. ഈ രണ്ടുപേരെയും, ഈ KK ജ്യോതിരാജിനെയും അഭിലാഷ് വി ചന്ദ്രൻ എന്നെയും മാറ്റി നിർത്തി യുവാക്കളെ കൊണ്ടുവരാൻ, സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ഔന്നിത്യം, ഒരു സിൻസിയറിറ്റിയാണ് KK ജ്യോതിരാജിന്റെ പോലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നത് എന്നതാണ് ഇതിൻ്റെ എൻ്റെ നിലപാട്. CPIയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ജഡ്ജ്മെന്റിനെ പുച്ഛിക്കുന്ന, വില കുറച്ച് കാണിക്കുന്ന തീരുമാനമാണ്, നടപടിയാണ്, പ്രവർത്തനമാണ് KK വത്സരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രതി അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനാണ് എന്നുള്ളതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സെറ്റ് ന്യൂസ്, ഗുരുവായൂർ.